ഖാല ശാഫിഈ റഹിമഹുല്ലാ ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹും. ഈ സൂറത്തിന്റെ പ്രാധാന്യം ഈ ഒറ്റ വാചകത്തിൽ മനസ്സിലാവും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടികൾക്കുമേൽ ഹുജ്ജത്തായി, തെളിവായി, ന്യായമായി, പ്രമാണമായി ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലകഫതുഹും, സൃഷ്ടികൾക്ക് ഹുജ്ജത്തായി ഈ ഒരു സൂറത്ത് മതിയാകുമായിരുന്നു. ഇതല്ലാത്ത വേറൊരു സൂറത്തുമില്ല, വേറൊരായത്തുമില്ല. ആകെ സൂറത്തുൽ അസ്ർ മാത്രമേ അള്ളാഹ് ഇറക്കിയിട്ടുള്ളൂ വിചാരിക്കുക. എങ്കിൽ ഈ സൂറത്ത് തന്നെ മതിയാകുമായിരുന്നു സൃഷ്ടികൾക്ക് മേൽ ഹുജ്ജത്തായി, തെളിവായി. എന്തിനുള്ള തെളിവ്? ഇവിടെ പറഞ്ഞ 4 കാര്യം. എന്തൊക്കെ പഠിക്കണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് ഉപദേശിക്കണം, എങ്ങനെ ക്ഷമിക്കണം. ഈ 4 കാര്യങ്ങൾ സ്വീകരിച്ചാൽ അവനെന്തുണ്ട്? സആദത്തുണ്ട്, സൗഭാഗ്യമുണ്ട്. ആ 4 കാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അവന് ഹുസ്റാനുണ്ട്, ഹസാറയുണ്ട്, നഷ്ടമുണ്ട്. അപ്പൊ നഷ്ടം പറ്റുക എപ്പോഴാണ് രക്ഷപ്പെടാൻ പറ്റുക? ഇത് രണ്ടും മനസ്സിലാക്കാവുന്ന വളരെ ചെറിയ ഒരു 2 വരി 3 ആയത്തുകളാണ്. ഇത് മതി ഒരു മനുഷ്യൻ എന്താകണം, എന്തായിക്കൂടാ എന്ന് ബോധ്യപ്പെടുത്താൻ. അള്ളാഹുവിന്റെ ഹുജ്ജത്ത് ഇതോടുകൂടി സ്ഥാപിതമായി. ഈ സൂറത്തല്ലാത്ത ഒന്നും അള്ളാഹു ഇറക്കിയിട്ടില്ലെങ്കിൽ തന്നെ സൃഷ്ടികൾക്ക് മേൽ അള്ളാഹുവിന്റെ തെളിവ് സ്ഥാപിതമായിട്ടുണ്ടാകുമായിരുന്നു. ഇത് മതിയെ.